നമസ്കാരം. നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പഴനിക്ക് പോകുന്നൊരു വ്ളോഗാണ്. പഴനിയിൽ പോയിട്ട് ബാക്കി തന്നെ. നമ്മളിപ്പോൾ സ്റ്റേഷനിലെത്തി. ലോക്കൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഇരിക്കുകയാണ്. ട്രെയിൻ വരാൻ ഇനിയും കുറച്ച് നേരം കൂടെ ഉണ്ട്. ഒരു 2 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഓരോ ട്രെയിൻ വന്ന് പോകുന്നതും ഒക്കെ കണ്ട് സമയം ഇപ്പോൾ ഏതാണ് 8:45 ഒരു 11 മണിക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ലേറ്റ് ആണോന്ന് അറിയത്തില്ല. കാണിക്കുന്ന ലേറ്റ് ആണെന്നാണ് കാണിക്കുന്നത്. കുറച്ച് നേരം ഇരുന്ന് മടുത്ത് നമ്മൾ കുറച്ച് നേരം എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളില്ലാത്ത നടപ്പാണ്. ഇനിയും ട്രെയിൻ വരുന്നതിന് വെയിറ്റിംഗ് അല്ലേ. അപ്പം അതിന് വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു. നമ്മൾ ട്രെയിൻ വരുന്നതെന്ന് പറഞ്ഞാൽ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമ്മൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് മുമ്പേ ഇരുന്നത്. ഫൈനലി നമ്മളെ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനകത്ത് കയറി. ഇനിയിപ്പോൾ പാലക്കാട് വരെ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ കയറുന്നുണ്ട്. ഒരു 4:30 നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് നിന്ന് അവൻ കയറി. പിന്നെ അവിടുന്ന് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ പറഞ്ഞു പഴനിക്ക് പോകാൻ വേണ്ടിയിട്ട്. പഴനി എത്തുമ്പോൾ തന്നെ എങ്ങനെ പോയാലും ഒരു 7 മണി കഴിയുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ആട് ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ നമ്മുടെ പാപ്പനും പിള്ളേരും ഒക്കെ വരത്തില്ലേ, ഗോമംഗലം സ്റ്റേഷൻ. അവിടെ വന്നിട്ട് നമ്മുടെ സർവത്ത് സമീറൊക്കെ ആയിട്ട് സെൽഫി എടുക്കുമല്ലേ, ആ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് വ്യൂ ഒക്കെ കാണാൻ കിട്ടും. ദൂരയിലുള്ള മലയും കാറ്റാടിപ്പാടങ്ങളും തെങ്ങും തോപ്പും ഒക്കെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. ട്രെയിനിൽ ഇരുന്ന് തന്നെ നമുക്ക് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. ഒരു 6 മണിയോടെയാണ് നമ്മൾ ഇതുവഴി പാസ്സായി പോകുന്നത്. അപ്പം നമ്മൾ എഴുന്നേറ്റിരുന്ന് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വ്യൂ ഒക്കെ കണ്ട് പോകാൻ പറ്റും. അത് ഫൈനലി നമ്മൾ പഴനിയിലെത്തി ലാൻഡായി മുന്നോട്ട് നടക്കുകയാണ്. സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി തപ്പി നടക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേഷൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ 2 കൊല്ലം മുമ്പേ വന്ന പോലെ ഒന്നുമല്ല സ്റ്റേഷൻ. നടുവില് കേറുന്ന ഭാഗമില്ലേ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും ഇല്ലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് കൊച്ചു വർത്താനങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ടങ്ങ് നടക്കുമായിരുന്നു. നടന്ന് കുറച്ച് ദൂരം അധികം നടന്നു. ഒരു 2 കിലോമീറ്റർ മിച്ചമുണ്ട് ആ സ്റ്റേഷനിൽ നിന്ന് നടക്കാനാണെങ്കിൽ പഴനി മലയിലോട്ട് കയറുന്ന അവിടം വരെ. പിന്നെ നമുക്കവിടെ മുട്ട അടിക്കണമായിരുന്നു. മുട്ടയൊക്കെ അടിച്ച് കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മല കയറാൻ വേണ്ടി അവിടെ ചെന്ന് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പഴനിയിലോട്ട് മുടി പോയി മലയിലോട്ട് ഫോൺ കയറ്റാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഫോൺ താഴെ വെച്ചിട്ടാണ് പോയത് ഗൈസ്. താഴെ വെച്ചിട്ട് പിന്നെ പോയി നമ്മൾ തിരിച്ചു വന്നു. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷം നമ്മുടെ ട്രെയിൻ വന്നു, നമ്മൾ കയറിപ്പോന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂട്ടത്തിൽ കൂടുക.